ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി തലേ ദിവസം തന്നെ ചിറ്റേര ഫ്ലാറ്റിലോട്ട് പോയി ഗായ്സ്. അവിടുത്തെ പാർക്കിൽ ഞങ്ങൾ കളിക്കുകയാണ്. പടിഞ്ഞാറേ കോട്ടയുള്ള സ്വാതി നഗറിലെ ചിറ്റേര ഫ്ലാറ്റിലോട്ടാണ് ഗായ്സ് പോയത്. അവിടെ ഞങ്ങൾ കളിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ചറവൽസും സ്ലൈഡും ചറവൽസൊക്കെ ഉണ്ട്. ഞാൻ ഊഞ്ഞാലാടി ഗൈസ്. ഞാനും അച്ഛനും ചേച്ചിയും അമ്മയും ചേട്ടനും എല്ലാവരും കൂടെ പൊങ്കാല വൈബ് കാണാൻ വേണ്ടി ഇറങ്ങി ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന സമയത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോശാല കണ്ടു ഗൈസ്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടോ, നിങ്ങൾ പശുവിനെ കണ്ടോ? ഇത് കാമധേനു ഗോശാലയാണ്. കണ്ടോ, നിങ്ങൾ പശുവിനെ കണ്ടോ? ഒരു കറുത്ത പശു. പിന്നെ ഞങ്ങളങ്ങനെ പോയപ്പോൾ കുൽഫിക്കട കണ്ടു. ഞങ്ങളവിടെ കുൽഫി വാങ്ങാൻ പോയപ്പോൾ പക്ഷെ കുൽഫി കിട്ടിയില്ല, ഐസ്ക്രീമായിരുന്നു ഗായ്സ്. അങ്ങനെ എന്തിനാണെന്ന് എനിക്കറിയില്ല. എല്ലാവരെയും ഐസ്ക്രീം കൂടെ ചിട്ട ചേച്ചിമാർ ഫോട്ടോ എടുത്തു ഗായ്സ്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കുടിച്ചു. വാനില ഐസ്ക്രീമായിരുന്നു. അങ്ങനെ പോയപ്പോൾ ഒരു സ്റ്റേജിൽ നാടൻ പാട്ട് പാടുന്ന കണ്ടു. അതങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ചട്ടിയും വയനയിലയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടു ഗായസ്. അടുപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഞങ്ങൾ ആദ്യമൊക്കെ പോകണ്ടെന്നാണ് വിചാരിച്ചത്. ഇവിടെ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ? പക്ഷേ ഇപ്പോൾ പോയില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റുമായിരുന്നോ? നല്ല കളർഫുള്ളായിട്ടുണ്ട് ഗായ്സ്. പ്ലാസ്റ്റിക് കലങ്ങളല്ല, ബക്കറ്റൊക്കെ ഉണ്ട് ഗായ്സ്. കണ്ടോ, രാത്രി 12 മണിക്കുള്ള തിരക്കാണ് ഗായ്സ് നിങ്ങൾ കാണുന്നത്. ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും ഉണർന്ന് ഈ പൊങ്കാല വൈബ് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ വെള്ളി കളർ കമ്മലും മാലയും ഒക്കെ ഉണ്ട് ഗായ്സ്. ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഇങ്ങനെ നല്ല തലയാട്ടുന്ന പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട് ഗായ്സ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പൂക്കളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടോ. പിന്നെ ആ സ്വർണ്ണ കളറിൽ തിളങ്ങുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഗായ്സ്. ഇത്രയും സൗണ്ടിൽ ആസ്വദിച്ച് കിടക്കുന്ന കണ്ടോ ചില ആൾക്കാർ. ഇതാണ് ഗായ്സ് പൊങ്കാല വൈബ്. പിന്നെ ലൈറ്റിൽ റിഫ്ലക്ഷൻ അടിച്ച് കാണുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളമാണ് കണ്ടോ. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു. ചേട്ടന് വീഡിയോയിൽ വരണ ഇഷ്ടമല്ല. ഞാൻ അവിടെ പോയി ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു ഗായ്സ്. പിന്നെ അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഡാൻസ് കളിച്ചു ഗായ്സ്. ഞാൻ റോഡാണെന്നൊന്നും നോക്കിയില്ല. ഞാനങ്ങനെ ഡാൻസിലോട്ടായിപ്പോയി ഗായ്സ്. പിന്നെ അങ്ങനെ നിന്നപ്പോൾ ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ലൈം ജ്യൂസ് വാങ്ങി. അതാണെങ്കിൽ വലിയൊരു ഗ്ലാസ്സിലായിരുന്നു ഗായ്സ്. കുടിച്ച് തീർക്കാൻ നല്ല ബുദ്ധിമുട്ടി ഗായ്സ്. എല്ലാവരും കുടിച്ച് തീർക്കാൻ നല്ല ബുദ്ധിമുട്ടി. പിന്നെ ഞങ്ങൾ പോയപ്പോൾ തവളയെ കണ്ടു. നാട്ടിലത്തെ തവളയും സിറ്റിയിലത്തെ തവളയും എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നാണ് ഞാൻ നോക്കിയത്. ഇല്ലില്ല, ചാടുന്നതൊക്കെ ഒരേപോലെ തന്നെയാണ്. തിരിച്ച് വീട്ടിലെത്തിയപ്പം 1 മണിയൊക്കെ ആയി ഗായ്സ്. നേരത്തെ കണ്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോശാലയാണ് ഗൈസ്. കണ്ടോ, ഒരു പശുവും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും ഉണർന്നിരിക്കുകയാണ് ഗൈസ്. അവരും പൊങ്കാല വൈബ് ആസ്വദിക്കുകയാണ്. പിന്നെ ഫ്ലാറ്റിലെത്ത ആൾക്കാർ കോലമിടുന്നത് കണ്ടു. നല്ല സ്പീഡിലാണ് ഗൈസ് അവർ കോലമിടുന്നത്. പിന്നെ രാവിലെ ആയപ്പോൾ ചെണ്ടമേളത്തോടെയാണ് ഗൈസ് പൊങ്കാല ആരംഭിച്ചത്.
എല്ലാവരും പൊങ്കാല തിരക്കിലാണ് ഗായ്സ്. അമ്മയും ചിറ്റയുമാണ് പൊങ്കാല ഇടുന്നത്. അമ്മയുടെയും ചിറ്റയുടെയും കലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ട്. തീയൊക്കെ കത്തിച്ചു. എല്ലാവരും നിൽപ്പുണ്ട്. അമ്മയും ചിറ്റയും ആണ് അവിടെ നിൽക്കുന്നത്. എല്ലാവരും പൊങ്കാല തിരക്കിലാണ്. പിന്നെ എനിക്ക് പൊങ്കാല ഇടണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചു. അരി ഇടണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചു ഗായ്സ്. ഞാൻ അരി ഇടുകയാണ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ അരി ഇടുന്നത് ഗായ്സ്. പിന്നെ ചിറ്റയുടെ പൊങ്കാല ഇപ്പം തിളയ്ക്കും. തിളച്ചിട്ടുണ്ട് ഗായ്സ്. എൻ്റെ ചിറ്റയ്ക്ക് സന്തോഷമായി തിളച്ചപ്പോൾ. ഉണ്ടോ ചിറ്റ ഇങ്ങനെ ഇളക്കുകയാണ്. പിന്നെ എൻ്റെ പൊങ്കാല തിളയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാൻ ഇട്ട അരി ഗൈസ് അത് തിളച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ലഡ്ഡു പൊട്ടി. ഫ്ലാറ്റിൽ പോയപ്പോൾ ചേട്ടൻ്റെ ഒരു കലാവിരുത് കണ്ടു ഗൈസ്. ഇങ്ങനെ വെള്ളം കുടിച്ച കുപ്പി ഇങ്ങനെ കറക്കി പടക്കം പൊട്ടിക്കും ഗൈസ്. നിങ്ങൾ നോക്കണേ. ഇങ്ങനെ നല്ല രീതിക്ക് കറക്കണം ഗൈസ്. പറപ്പിച്ച് വീണ ഗൈസ് ഒരു പുകയൊക്കെ പൂക്കും. സൗണ്ടും കേട്ടതിൽ പുകയും കാണാൻ നല്ല. എൻ്റെ ആഹ്ലാദ പ്രകടനമാണ് നിങ്ങൾ കണ്ടത്. പിന്നെ 3 മണിയൊക്കെ ആയപ്പം തിരിച്ച് വീട്ടിൽ പോയി. ഇനി അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടി വീണ്ടും വരാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പോകുന്നത്.